നമ്മൾ പെരുന്നാളിന്റെ തലേന്നത്തെ ദിവസമാണ്. കുറച്ച് ലേറ്റായി പോസ്റ്റ് ചെയ്യാണ്, പക്ഷെ കുഴപ്പമില്ല. ഞാൻ ഈ രാവിലെ കുളിച്ച് എവിടെ പോകണമെന്ന് മനസ്സിലായോ? നമുക്കൊരു ഗസ്റ്റിനെ കാണാനുണ്ട്. ഒരു ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ചില്ലറക്കാരനല്ല, അത്യാവശ്യം വലിയൊരു ഗസ്റ്റ് ആണേ. ഇതെന്റെ വീടിന്റെ പുറകിലെ വഴി. ഇറങ്ങാൻ ബുദ്ധിമുട്ടില്ല, കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ കുഴപ്പമില്ല, നമ്മൾ ഇറങ്ങാണല്ലോ. ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ എന്റെ പെരക്കാർ നേരത്തെ സ്ഥലം പിടിച്ചിരിക്കണം. ഞാൻ എല്ലായിടത്തും ലേറ്റ് ആണല്ലോ. ഇന്നെ കണ്ട സ്ഥിതിക്ക് എബി എന്ത് ചെയ്തു, മേമ എപ്പോ വരുന്നുള്ളൂ, നോക്ക് നോക്ക് പറഞ്ഞൊരു സാധനം കാണിച്ചിരുന്നുണ്ട്. എന്താണെന്നറിയണ്ടേ, ദേ ഇതാണ് മുതൽ. ആള് കുറച്ച് കലിപ്പനാണ്. പെരുന്നാളിന്റെ തലേന്ന് കൊടുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ആദ്യം മനസ്സിലായിക്കോളൂ എന്തിനാണെന്നുള്ളത്. ദേ ഇതാണ് അതിന്റെ മുതലാളി, എന്റെ വാപ്പ. കാണുന്ന മറിയല്ല, ഇപ്പൊക്കെ ഭയങ്കര പേടിയാണെന്ന് എനിക്ക് കുറച്ചേരം അവിടെ നിന്നപ്പോ മനസ്സിലായി. വെള്ളം കൊടുക്കണത് 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്നിട്ടാണ്. ഇപ്പൊ അല്ലാതെ ഇപ്പൊക്കെ 3 ശിഷ്യന്മാരും കൂടി ഉണ്ട്. അത്യാവശ്യം പ്രായം പക്വത എത്തിയ ശിഷ്യന്മാരാണ്. ഇവര് ഉപ്പനവരെയാണ്. 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്നിട്ടാണ് വിത്തെറിയുന്ന വരെയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഏതായാലും പേടി കാരണം അത് വെള്ളം കിട്ടാതെ ചാവുന്ന എടുത്തത് വിട്ടത് താത്താക്ക് തോന്നിയപ്പോ താത്ത ഇറങ്ങി. താത്ത എന്ത് ചെയ്തു, കൂളായിട്ട് അതിന്റെ അപ്പുറത്ത് കൊണ്ടുവച്ചു. ഈ പശുവിനാണെങ്കിൽ ഒരു പശു എന്ത് കാളയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിന് 3 കയറിട്ട് വെച്ചിട്ടുണ്ട്. അത്ര ഡേഞ്ചറാണ് ഈ സാധനം എന്ന് മനസ്സിലായി. ഇതിനോട് സലാമും പറഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോ താത്തിയും പോവാണെന്ന് പറഞ്ഞപ്പോ ഓരും പറഞ്ഞു. ഞാനും ഉമ്മയും ഇപ്പൊ എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിൽ കയറി. കയറ്റം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലൊക്കെ പെരയിലെത്തിയാൽ മതിയെന്നായി. അവസാനം പെരയിലെത്തിയാണ് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എന്റെ എളാപ്പിയും ഫാമിലി നാട്ടിൽ വന്നിക്കണ്. അപ്പൊ ഇപ്രാവശ്യത്തെ പെരുന്നാൾ നമ്മൾ തറവാട്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ പെരുന്നാളിന് തലേന്ന് നമ്മളെല്ലാരും അവിടെ പോകുന്നുണ്ട്. എവിടെയെങ്കിലും പോവാൻ സമയത്ത് മഴക്ക് ഒരു അസുഖമാണല്ലോ വരിക എന്നുള്ളത്. അങ്ങനെ മഴ പെയ്തപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ ഓട്ടോയിൽ കയറി. പെരുന്നാളിന്റെ തലേന്നായതുകൊണ്ട് വൻ ബ്ലോക്ക് ആയിരുന്നു. എല്ലായിടത്തും ഇവരെ കാണുന്നത്. ഏതായാലും ഞങ്ങൾക്ക് മൈലാഞ്ചി വാങ്ങാനുണ്ടായിരുന്നു. മൈലാഞ്ചി വാങ്ങുക എന്ന് മാത്രമല്ല, അത് ഇടാൻ മാത്രമല്ല കഴിവൊന്നും ഞങ്ങൾക്ക് ആർക്കില്ല. പഠിച്ചത് തന്നില്ല. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു, ഞങ്ങള് സ്റ്റെൻസിൽ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു. സ്റ്റെൻസിലാണെങ്കിലും നമുക്ക് മൈലാഞ്ചിന് എന്തെങ്കിലും ഷേപ്പായാൽ മതിയല്ലോ. മഴയും ബ്ലോക്കും ഒരുമിച്ച് വന്നേക്കരം നല്ല ഉഷാറാക്കണം. ഞങ്ങൾ മഴ കൊണ്ട് കുറച്ചേരം ബ്ലോക്കിൽ പെട്ടു. ഏതായാലും വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 പരിപാടിയുള്ളത്. മൈലാഞ്ചി ഇടും വേണം, പിന്നെ പടക്കം പൊട്ടിക്കും വേണം. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് എന്റർടൈൻമെന്റും കാര്യങ്ങളും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ നടന്നു. പിന്നെ പടക്ക പൊട്ടിക്കൽ നല്ല പരിപാടിക്ക് നമ്മൾ ഇറങ്ങി. നമ്മളെ വീട്ടിലെ എന്ത് പരിപാടിയാണെങ്കിലും ഓണം, വിഷു, ക്രിസ്മസ്, പെരുന്നാൾ എന്തായാലും പടക്കം മസ്റ്റാണ്. ഈ പൂത്തിരിയാണ് അതിൽ മെയിൻ. ഇതാവുമ്പോൾ എല്ലാവർക്കും പേടിച്ചാതെ സൗണ്ട് ഒന്നും അങ്ങനെ വല്ലാണ്ട് സൗണ്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ എല്ലാവരും അഭ്യാസ പ്രകടനങ്ങളൊക്കെ തുടങ്ങി. ഓരോരുത്തർ പടക്ക പൊട്ടികളിൽ നിന്നും വഴിതിരിഞ്ഞ് അഭ്യാസ പ്രകടനങ്ങളിലൊക്കെ പോയി. ഏതായാലും പിന്നെ നമ്മൾ മൈലാഞ്ചിലേക്ക് തിരിഞ്ഞു. മൈലാഞ്ചി ഇട്ടു. മൈലാഞ്ചി ഷെത്താത്ത ഇട്ടുന്നത് ഷെത്താതാനുള്ള കഴിവെല്ലാം ഉപയോഗിച്ച് അടിപൊളി മൈലാഞ്ചി ഇട്ടുന്നു. നമ്മൾ വാങ്ങി സ്റ്റെൻസിൽ വെറുതാവാൻ പാടില്ലല്ലോ. നമ്മളെ ജർമ്മൻ ഗേളാണ് സ്റ്റെൻസിൽ വെച്ചിട്ട് മൈലാഞ്ചി. ഓൾ ആദ്യമായിട്ടാണ് ഈ മൈലാഞ്ചി ഒക്കെ കാണുന്നത്. അത് വെച്ച് നമ്മൾ അവളെ കൊണ്ട് മൈലാഞ്ചി ഇടിപ്പിച്ചു. പിന്നെ എല്ലാവർക്കും എന്ത് ചെയ്തു, ഒരു ഫാമിലി തീം എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു ഹണി ബി അടിച്ചു. ന്യൂനു ആണ് ഇതിന്റെ മെയിൻ കോർഡിനേറ്റർ. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. കാരണം പിറ്റേന്ന് രാവിലെ നേരത്തെ 4 മണിക്ക് എഴുന്നേക്കേണ്ടതാണല്ലോ. ഇതാ ചേർന്നിട്ട് മൈലാഞ്ചി. അപ്പൊ ബൈ, നാളെ കാണാം.